ഗലാത്യ ലേഖനം 6-ാം അധ്യായം 9-10 വാക്യങ്ങൾ. നന്മ ചെയ്യുകയിൽ നാം അടുത്ത് പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ നന്മ ചെയ്തുകൊണ്ട് നാടെങ്ങും സഞ്ചരിച്ചതായിട്ട് നാം വിശുദ്ധ വചനത്തിൽ കൂടെ മനസ്സിലാക്കിയിട്ടുണ്ട്. കർത്താവ് കരുണാസമ്പന്നനായിരുന്നു. തൻ്റെ അടുക്കൽ വന്ന ഏവരോടും കരുണയും ദയയും കാണിച്ച് അവരെ സഹായിക്കുന്ന ചിത്രം എത്ര മനോഹരമാണ്. ഒരു മനുഷ്യൻ യെരൂശലേമിൽ നിന്നും യെരിഹോവിലേക്ക് യാത്രയായി എന്ന ലൂക്കോസ് 10-ാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. അവൻ്റെ വഴിയാത്രയെ കള്ളന്മാരുടെ കയ്യിൽ അവൻ അകപ്പെട്ടു. അവൻ മുറിവേറ്റവനായി യെരിഹോവിൻ്റെ വീതിയിൽ കടന്നു. പുരോഹിതനും ലേവ്യനും അവനെ കണ്ട് വഴിമാറി കടന്നുപോയി. എന്നാൽ അതുവഴി വന്ന ഒരു ശമരിയക്കാരൻ അവൻ്റെ വാഹനമൃഗത്തു നിന്ന് ഇറങ്ങി ആ മുറിവേറ്റവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ മുറിവിൽ എണ്ണയും മീഞ്ഞും പകർന്നു. തൻ്റെ കഴുതപ്പുറത്ത് കയറ്റി അവനെ കൊണ്ട് വഴിയമ്പലത്തിൽ ആക്കിയതായി നാം വായിക്കുന്നുണ്ട്. എത്രയോ നല്ല മാതൃകയാണ് ആ വ്യക്തിയിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് നന്മ ചെയ്യുന്നവരായി, സഹതാപമുള്ളവരായി ജീവിക്കണം എന്നുള്ളതാണ്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം ഇങ്ങനെയാണ്. അമേരിക്കയിലെ ഫിലദൽഫിയ പട്ടണത്തിലെ ഒരു ചെറിയ ഹോട്ടലിലേക്ക് അർദ്ധരാത്രിയിൽ ഒരു വൃദ്ധ കുടുംബം കടന്നു ചെന്നു. അവരിരുവരും വളരെ ക്ഷീണിതരായിരുന്നു. റിസപ്ഷൻ കൗണ്ടറിൽ ക്ലാർക്കിനെ കണ്ടയുടൻ വൃദ്ധൻ യാചനാസ്വരത്തിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഇവിടെ വിശ്രമിക്കുവാൻ മുറിയില്ലെന്ന് ദയവായി ഞങ്ങളോട് പറയരുത്. ഞാനും എൻ്റെ ഭാര്യയുമൊത്ത് ഇന്ന് രാവിലെ മുതൽ ഇവിടെയുള്ള സകല ഹോട്ടലുകളും കയറി ഇറങ്ങിയായിരുന്നു. ഇവിടെ നടക്കുന്ന കൺവെൻഷൻ കാരണം എല്ലാ ഹോട്ടലുകളും വളരെ മുമ്പ് തന്നെ ബുക്ക് ചെയ്ത കാര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഞങ്ങൾ വളരെ ക്ഷീണിതരാണ്. സമയം അർദ്ധരാത്രിയുമായി. ദയവായി ഞങ്ങളെ സഹായിക്കണം. കൗണ്ടറിലിരുന്ന ക്ലാർക്ക് വൃദ്ധനോട് എന്ത് മറുപടി പറയണമെന്നറിയാതെ അല്പസമയം അദ്ദേഹത്തിന് ദയനീയ മുഖത്തേക്ക് നോക്കി നിന്നിട്ട് പറഞ്ഞു, നോക്കൂ, ഞാൻ താമസിക്കുന്ന മുറിയല്ലാതെ ഇവിടെ മറ്റൊരു മുറിയും ഇപ്പോൾ ഒഴിവുള്ളതായിട്ടില്ല. ജോലി രാത്രിയിലാകയാൽ പകലാണ് എൻ്റെ ഉറക്കം. അതിഥികൾക്ക് നൽകുന്ന സാധാരണ മുറികളുടെ പകിട്ടൊന്നുമില്ലെങ്കിലും വൃത്തിയുള്ള മുറിയാണ്. നിങ്ങൾക്ക് അന്തി ഇറങ്ങുവാൻ അത് നൽകുന്നതിൽ എനിക്ക് സന്തോഷമേയുള്ളൂ. ഇത് കേട്ട വൃദ്ധൻ്റെ ഭാര്യ, ദൈവം നിന്നെ അനുഗ്രഹിക്കും മകനെ എന്ന് പ്രവചിച്ചു. പിറ്റേ ദിവസം രാവിലെ പ്രഭാത ഭക്ഷണം കഴിക്കുമ്പോൾ തലേ രാത്രി ഈ കൗണ്ടറിലുണ്ടായിരുന്ന ക്ലാർക്കിനെ വിളിക്കുവാൻ ദമ്പതികൾ വെയിറ്ററോട് ആവശ്യപ്പെട്ടു. നിങ്ങൾക്ക് രാത്രി നല്ല വിശ്രമം ലഭിച്ചുവെന്ന് കരുതുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിരിച്ചുകൊണ്ട് ക്ലാർക്ക് അവരുടെ അടുക്കലെത്തി. ദമ്പതികൾ അദ്ദേഹത്തിന് ഹൃദയംഗമായി നന്ദി അറിയിച്ചിട്ട് പറഞ്ഞു, താങ്കളെപ്പോലെ വലിയ ഹൃദയമുള്ള ഒരാളുടെ സേവനം ഇതുപോലൊരു ചെറിയ ഹോട്ടലിൽ പരിമിതപ്പെടുത്തരുതെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. താങ്കൾക്ക് സമ്മതമെങ്കിൽ ന്യൂയോർക്ക് പട്ടണത്തിൽ ഒരു വലിയ ഹോട്ടൽ ആരംഭിച്ച് താങ്കളെ അതിൻ്റെ ജനറൽ മാനേജരാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അത് കേട്ട് അത്ഭുത ശബ്ദനായ ക്ലാർക്ക് വിനയത്തോടെ പറഞ്ഞു, അത്രയും വലിയ ഒരു ദൗത്യം ഏറ്റെടുക്കാനുള്ള യോഗ്യതയൊന്നും എനിക്കില്ല. എങ്കിലും ആ കാര്യം നടന്നാൽ അത് അത്ഭുതമായിരിക്കും. സന്തുഷ്ടനായ വൃദ്ധൻ പറഞ്ഞു, എൻ്റെ പേര് ജോൺ ജേക്കബ് ആസ്റ്റോർ എന്നാണ്. അങ്ങനെ വർഷങ്ങൾക്കകം പ്രശസ്തമായ വാൾഡോഫ് അസ്റ്റോറിയ ഹോട്ടൽ നിലയിൽ വന്നു. വൃദ്ധൻ ക്ലാർക്കിന് നൽകിയ വാഗ്ദാനപ്രകാരം അദ്ദേഹത്തെ അതിൻ്റെ ജനറൽ മാനേജരുമാക്കി. പ്രിയരെ, നമ്മുടെ ജോലിയിലുള്ള ആത്മാർത്ഥതയും ജീവകാരുണ്യ സ്വഭാവവുമാണ് നമ്മെ ഉന്നതമായ പദവിയിലേക്ക് ആനയിക്കുന്നത്. ആകയാൽ നമ്മെ ചെയ്യുവാൻ ലഭിക്കുന്ന ഒരവസരവും പാഴാക്കിയില്ല എന്ന് നമുക്ക് തീരുമാനിക്കാം. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് വേണ്ടി ചെയ്ത നന്മയ്ക്ക് ഇത്ര വലിയ പ്രതിഫലം ലഭിക്കുമെങ്കിൽ നമ്മൾ കർത്താവിന് വേണ്ടി ചെയ്യുന്ന നന്മ പ്രവർത്തികൾക്ക് ഏറെ പ്രതിഫലമായിരിക്കും നിത്യയിൽ ലഭിക്കുക. ഈ ലോകം താൽക്കാലികമെങ്കിൽ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടിയും കർത്താസന്മാർക്ക് വേണ്ടിയും കഷ്ടം അനുഭവിക്കുന്ന സഹജീവികൾക്ക് വേണ്ടിയും നാം ചെയ്യുന്ന നന്മ പ്രവർത്തികൾക്ക് ഏറെ പ്രതിഫലം ലഭിക്കുമെന്നതിന് സംശയമില്ല.
നമ്മെ സ്നേഹിക്കുന്ന കർത്താവിനെ സ്നേഹിച്ച് നമുക്ക് നന്മ ചെയ്യുന്നവരായി സുവിശേഷ സാക്ഷികളായി ഈ ഭൂമി ജീവിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ.